ബിഗ്ഗസ്റ്റ് ഫ്രാഞ്ചൈസ് ആണ് മലയാള സിനിമയിൽ ഇപ്പൊ ആട് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഓൾറെഡി പറഞ്ഞു ബഡ്ജറ്റിന്റെ കാര്യം ഷൈജു കുറിപ്പ് പറഞ്ഞിട്ടാണ് നമ്മൾക്കൊക്കെ അതെല്ലാം ഇപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് കയറിയിരിക്കുന്നത്. ആൻഡ് ഓൾസോ യു ഹാവ് ഓൾറെഡി മെൻഷൻ ആർട്ടിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓരോരോ ദിവസവും പുതിയ പുതിയ സാധനങ്ങൾ, വലിയ വലിയ തൂണ്, രാജാവിന്റെ കിരീടം എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരൻ വലിയ വലിയ ഡിമാൻഡുകളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ലെറ്റ്സ് വെൽക്കം അനീസ് നാടോടി, പ്ലീസ് സ്റ്റേജിലേക്ക് വരും. നമ്മൾ thank you for coming. And ഇങ്ങനെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫ്രാഞ്ചൈസിന്റെ ഭാഗമായത് താങ്ക് യു യൂണിവേഴ്സ്. എനിക്കാകെ പറയാനാവുന്നത് എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ 224 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. So you can imagine the size and scale we are doing there. And പറഞ്ഞ പോലെ ഏറ്റവും ആട് ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റാണ്, എൻ്റെ കരിയറിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റാണ്, ഫ്രൈഡേ ഫിലിംസിൻ്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റാണ്. ഇത്രമാത്രം പറയുന്നു. And we are trying to deliver the maximum. Once again, thank you media for coming here, support throughout and down. So വല്ലാത്ത കളിക്ക് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും കൂടെ. താങ്ക് യു പ്രൊഡ്യൂസർ, ഡയറക്ടർ, താങ്ക് യു. ആട് ആക്ച്വലി എൻ്റെ ആദ്യത്തെ സിനിമകളിൽ ഒന്നാണ്. ഞാൻ 1983 കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ്. അവിടെ നിന്ന് ഇത്രയും വർഷമായി ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തു. ആടും ഒരുപാട് വലുതായി, ഇപ്പൊ 3rd പാർട്ടിൽ വന്ന് നിൽക്കുന്നു. 1ഉം 2ഉം കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് 2ഓടെ തീർന്നെന്നാണ് വിചാരിച്ചത് മിഥുൻ. പക്ഷെ 3 എന്നെ സംബന്ധിച്ച്, എൻ്റെ കരിയറിനെ സംബന്ധിച്ച് എന്താ പറയാ, ഭയങ്കര എക്സൈറ്റിങ്ങും ഞാൻ ഇതുവരെ എന്നെ പോലും കാണാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ വരുന്നത്. മേരി ഈ പ്രാവശ്യം ശ്രമിക്കുന്നതായിരിക്കും അല്ലേ? അപ്പം ഓൾസോ വെരി എക്സൈറ്റഡ്. അപ്പം താങ്ക് യു മിഥുൻ, താങ്ക് യു വിജയ്. വിജയാണ് എന്നെ ആദ്യം വിളിച്ചു പറയുന്നത്. ഇത് വിജയ് വിളിച്ചു പറഞ്ഞ എക്സൈറ്റ്മെന്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ മുതൽ ഞാൻ മിഥുൻ എപ്പോഴാണ് എന്നെ വിളിക്കുന്നതെന്ന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വെരി എക്സൈറ്റഡ്. കാരണം നിങ്ങൾ ഈ ആട് ഡെഫിനറ്റ്ലി സംതിങ് എൽസ് കാണാൻ കാത്തിരുന്നുള്ളൂ. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഷാജി പാപ്പന്റെ കുടുംബത്തിലേക്ക് നമ്മൾ എത്തി നോക്കിയിരിക്കുകയാണ്. ഇനി 3rd പാർട്ടില് അദ്ദേഹം ഭാര്യയെ മൊത്ത് ജീവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. നമുക്ക് സമയത്തിന്റെ ഒരു പരിധി ഉള്ളതുകൊണ്ട് ഞാൻ ബാക്കി ആട് ടീം മെമ്പേഴ്സിനെ എല്ലാം സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. നോബി, നോണി, ലിജോ, റോണിക്സ്, all the team members, please come out of this. Nelson, Colin, എല്ലാവരും ആടിന്റെ ടെക്നിക്കൽ ആക്ടേഴ്സ്, everyone who is part of ആട്, please come. ഷിബു പല ദിവസത്തിന് എനിക്ക് ഷിബുനെ മനസ്സിലാവണം. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു വലിയ യാത്രയ്ക്ക് 2025 മെയ് 15 മുതൽ തുടങ്ങുകയാണ്. ഒരു വലിയ യാത്രയാണ്. ഞാൻ സിനിമയിൽ വന്നിട്ട് ഏതാണ്ട് 32 വർഷമായി. അപ്പോൾ ആ 32 വർഷത്തിലെ ഏറ്റവും വലിയൊരു സിനിമ ഞാനും വർക്ക് ചെയ്യുന്നു. ഈ സിനിമയ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന കുറേയധികം ടെക്നീഷ്യൻസ് ഇതിലുമുണ്ട്. അതുപോലെ സെക്കൻഡ് പാർട്ടിലുണ്ടായിരുന്ന കുറച്ച് പേരുണ്ട്. 3ഡിലേക്ക് വരുമ്പോൾ പുതിയ, എനിക്ക് തോന്നുന്നു മിഥുന്റെ കൂടെയാണ് കുറച്ചധികം പുതിയ ആൾക്കാരുള്ളത്. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പുതിയ ആൾക്കാരാണ് കൂടുതലുള്ളത്. ക്യാമറ ടീം പുതിയതാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ പുതിയ സിനിമയ്ക്ക് പുതിയ കാലഘട്ടത്തിനുള്ള മാറ്റം അനുസരിച്ച് പഴയ കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് പേരും ബാക്കി പുതിയ കാലഘട്ടത്തിൽ നിന്ന് കുറെ അധികം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആട് 3 വരാൻ പോകുന്നത്. ഇതിന്റെ ഒരു ബഡ്ജറ്റ് സത്യം പറഞ്ഞാൽ ഇതുവരെയും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഓരോ ദിവസവും ബഡ്ജറ്റ് ഇടാനായിട്ട് ഞങ്ങൾ ഇരിക്കും. അപ്പോൾ ഓരോന്ന് കൂടി വരുന്നുണ്ട്. ഇതുവരെ ഇട്ടിട്ടില്ല. നാളെ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ ഷാൻ റഹ്മാനെ ഞാൻ ഇന്ന് 2 ദിവസം മുമ്പ് വിളിച്ചു. അപ്പൊ ഷാൻ പറഞ്ഞു ഞാനെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞു എന്നാണ് ഷാൻ പറഞ്ഞത്. ഷാൻ പുറത്താണ്. ഷാൻ ഈ പരിപാടിക്ക് വേണ്ടി വിളിച്ചപ്പോ പുറത്താണ്. അപ്പോ
ഈ സിനിമ എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന ക്രിസ്മസ് ആണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ആട് 2 ജനങ്ങൾ ഏറ്റെടുത്തതുപോലെ ആട് 3 100% ഈ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഏറ്റെടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ വിജയ് സാറിനും മിഥുനും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദിയാണ് പറയേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 1ാമത്തെ പാർട്ട് ഞങ്ങളെല്ലാവരും കൂടി ഫസ്റ്റ് ഷോ പത്മ തിയേറ്ററിൽ കഴിഞ്ഞപ്പോൾ വളരെയധികം സങ്കടം തോന്നി. കാരണം ഇത്രയും ചെയ്തിട്ടും കളക്ഷൻ കുറവാണ്, പല പ്രതികരണം കുറവാണ്. അപ്പൊ അതിൽ നിന്ന് ഇന്നിവിടെ വരെ എത്തുമ്പോഴത്തേക്ക് ഇങ്ങനൊരു നിർമ്മാണ കമ്പനി ആ വലിപ്പത്തിനോടൊപ്പം വലുതാകുകയും അത് 3ാമത്തെ പാർട്ട് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് മലയാള സിനിമയിലെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എനിക്ക് വിരുന്ന ഡയലോഗ് തന്നെ എനിക്ക് പറയാൻ തോന്നുന്നത് പൂരം കോടി കയറി മക്കളെ തുടക്കം പോയത് ഇനി എല്ലാവരും കൂടി ഒരു ആഘോഷമായിരുന്നു. താങ്ക്സ് എല്ലാവർക്കും നന്ദി. വിജയനോടും ജയനോടും എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. എന്നോട് നിർത്തിയിരിക്കുന്നത് ജയന്മാർ അതിന് കാരണങ്ങളുണ്ട്. എല്ലാവരും നമസ്കാരം. ഒരുപാട് സന്തോഷം. ആട് മണ്ണിലില്ലായിരുന്നു, ആട് 2 ഉണ്ടായിരുന്നു, അത് ഹിറ്റായി. ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞു, നമ്മുടെ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു പേടിയില്ല. അത് എഴുതുന്നതാണ് പറഞ്ഞത് സാറിന്. എന്നാലും ഇത്രയും വലിയൊരു സിനിമയിൽ ഭാഗമാവാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. താങ്ക് സോ മച്ച്. രഞ്ജേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഷാജി ബാബിന്റെ സ്വന്തം ചേട്ടൻ വരും. ഞങ്ങളെല്ലാം പറയാനുള്ളത് പറഞ്ഞു. സ്ക്രിപ്റ്റ് നന്നായിട്ട് അറിയാവുന്നുണ്ട്. ഞങ്ങൾ ആദ്യമേ പറയുന്നത് സ്ക്രിപ്റ്റിനെ കുറിച്ച് ഒന്നും പറയുന്നത്. അല്ല, സ്ക്രിപ്റ്റിനെ കുറിച്ച് അറിയാമോ ആർക്കെങ്കിലും? ഇവരറിയാം. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അതൊക്കെ തന്നെ ഞാനും പറയുന്നു. ആട് 3 ഗംഭീരമാവട്ടെ. ഇതൊരാഘോഷത്തിന്റെ അന്തരീക്ഷമല്ല രാജ്യത്തുള്ളത് എങ്കിലും നമ്മൾ ഈ ചെറിയ പരിപാടിയിൽ വലിയ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഇതൊരു ഭാഗമാകുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം. ആട് 2 ഉണ്ടാവുമെന്ന് വിജയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അതുപോലെ തന്നെ തന്നെ വിളിച്ചു. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഗംഭീര ഹിറ്റാവട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആട് 1, 2, 3 എല്ലാം പായി. ഇപ്പൊ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടാണ്, എല്ലാവരും ഇവിടെ പ്രാർത്ഥനയൊക്കെയാണ് ഇവിടെ വരെ എത്തിയത്. ഇതിലൊക്കെ ഭാഗവാൻ ഈ എന്നെക്കാൾ എത്രയോ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ പറയുന്ന ഭാഗവാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം. അപ്പൊ ഞാൻ എന്ത് പറയണം എന്ന് ഞാൻ ആലോചിക്കുന്നു. ഇത് വളരെ ദൈവത്തിന്റെ അനുഗ്രഹവും ഭാഗ്യമൊക്കെ എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് സാറിന് ഇതിന് ഒക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ എല്ലാം ഈ ജയം പറഞ്ഞ ഈ കഥാപാത്രങ്ങളുടെ പേരെല്ലാവരും വിളിക്കും. എന്നെ ഡ്രാഗൺ പൈലി പേരെന്ന് വിളിക്കും. എന്നെ വിളിക്കുന്നത് പോട്ടെ, എൻ്റെ മോളെ സ്കൂളിലെ കുറ്റപ്പേര് ഡ്രാഗൺ പൈലി ചെയ്യുന്നു. അവിടെ അങ്ങനെ എല്ലാവരും വിളിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ വരെ എത്തിയിട്ട് എല്ലാവരും എല്ലാവരും നന്ദി, നമസ്കാരം. ഹരി വിളിക്കില്ലെന്ന് വെച്ചാൽ എന്നെ വിളിച്ചേക്കുമല്ലോ. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരോടും നമസ്കാരമുണ്ട്. ഞാൻ മിഥുനെ വിളിച്ച് 1 വർഷം മുമ്പ് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയത്. പുള്ളി എന്നെ നിർത്തി കാണും, എന്നാലും കുഴപ്പമില്ല, എനിക്ക് അഭിനയിച്ചേ പറ്റുമെന്ന് പറഞ്ഞു പുള്ളിയുടെ. എന്നാ ഇതിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് 1 വർഷത്തിന് ശേഷം പുള്ളി പറഞ്ഞു, എടാ നിന്നെ കൊണ്ട് വലിയ തലവേദനയാക്കണേണ്. അങ്ങനെ പറഞ്ഞ് എന്നെ അതിലേക്ക് ആഡ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ആട് 3 മിനിമം ഒരു 100 കോടി ക്ലബിലേക്ക് വരുന്ന ഒരു സിനിമയായി മാറട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു സോ മച്ച്. നമുക്ക് വിളക്ക് കൊളുത്തി ആട് 3 തുടക്കം കുറിക്കാം.
അതിനായിട്ട് ഞാൻ ലിസ്റ്റിനെയും ചേട്ടാ വൈറ്റ് ടീഷർട്ട് ചേട്ടാ ആ പുള്ളിനോട് വൈറ്റ് മാറുന്നേട്ടാ അണ്ണാ അങ്ങനെ ഈ മലയാളികൾ കാണാൻ കാത്തിരിക്കുന്ന ആ ഒരു ഫാന്റസി, ആ ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ് ഫ്രാഞ്ചൈസി ആട് 3 ഇവിടെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇനി എല്ലാവരും ഡിസംബറിൽ ഈ ഒരു ക്രിസ്മസ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആട് 3യുടെ കൂടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത് ഒരുപാട് ചിരിയുമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ഒരു ഗംഭീര ഹിറ്റ് തന്നെയാവട്ടെ. മലയാള ചരിത്രത്തില്, മലയാള സിനിമാ ചരിത്രത്തില് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് നർമ്മം ഈ ഒരു സിനിമയിൽ ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് കാത്തിരിക്കാം. അങ്ങനെ ആട് 3ന്റെ എൻറ്റയർ ക്രൂവിന് ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പോലെ അതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് പടത്തിന് റിലീസോട് കൂടി നമുക്ക് അറിയാം. Thank you so much, everyone. You may kindly get back to your seats. ആട് സിനിമയില് എന്നെ സിനിമയിലേക്ക് അങ്ങനെ വിളിക്കാൻ അങ്ങനെ ഒരുപാട് ആരുമില്ലായിരുന്ന സമയത്തൊക്കെയാണ് ആട് സിനിമ നടക്കുന്നത്. അപ്പോൾ ആട് സിനിമയിൽ ഞാനും ഉണ്ടാവേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ സമയത്താണ് പ്രേമം നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസരം ചോദിച്ച് നടന്ന ഞാൻ ഡേറ്റ് ക്ലാഷിൽ പെട്ടുപോയതാണ് പ്രേമമാണ്. അങ്ങനെ ഒരു സത്യമുണ്ട് ഇതിന്റെ പുറകില്. അതെ, ഞാൻ സ്വിച്ച് ഓൺ അല്ല, ഞാൻ തള്ളി കയറുന്നുണ്ട്. എവിടെയെങ്കിലും ഞാൻ കയറി പറ്റും. ഓക്കെ, താങ്ക് യു. ആക്ടർ സൂപ്പർ സ്റ്റാർ പരിപാടികളൊക്കെ കൊണ്ടുകൊണ്ട് ഡയറക്ടർ ഉദയ പോകുന്ന ക്ഷണിക്കുകയാണ് രണ്ടുപേരും സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. സാമികർ എൻ്റെ എന്താ പറയാ, എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. ചേട്ടൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫ്രണ്ട്സാണ്. ഞാൻ എൻ്റെ ഇതിനുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ പാലക്കാട് എത്തി. എന്ന് പറയുന്നത് അതിൻ്റെ സെറ്റ് ഹ്യൂജ് സെറ്റ് അവിടെ നടക്കുന്നത്. വിജയൻ്റെ ഫ്രണ്ടാണ്. എല്ലാവരും ഓൾ ദ കാസ്റ്റിംഗ് ഒരു ഫ്രാഞ്ചൈസി ആയിട്ടൊക്കെ വരാന്ന് പറഞ്ഞാൽ ബിഗ് തിങ്. ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസും അതിൻ്റെ ലോജിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാവുന്നവർക്ക് അറിയാം. ഇറ്റ്സ് ഹ്യൂജ്. അതും നിങ്ങളെല്ലാവരും പറഞ്ഞോളൂ, കേട്ടു. ഒരു പരാജയത്തിൽ നിന്ന് ഇത്രയും വലിയൊരു ബ്രാൻഡായി മാറുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഈ ടീം എല്ലാവിധ ഭാവങ്ങളും ഐ റിയലി ഫീൽ ദാറ്റ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇനിയും നല്ല സിനിമകൾ വരട്ടെ. എൻ്റെ കരിയറിൽ ആട് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസ് നടത്തിയൊരു ഘട്ടം കൂടിയുണ്ട്. ലൈക്ക് മാർക്കോ എന്ന സിനിമ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ആടിൻ്റെ ഫെയിലിയറിൽ നിന്ന് ആട് 2 വിജയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കുറേ പേരോട് പറഞ്ഞു നമുക്ക് ഒരു മാർക്കോ ചെയ്താലോ എന്ന്. അപ്പോൾ അത് ആർക്കും അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആൻഡ്രൂ ചേട്ടനോട് ചോദിച്ചു ഞാനത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ. ആൻഡ് ഐ ഹാവ് ടു താങ്ക് യു ബിക്കോസ് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ചെറുതി പോയത് ചെയ്തോ എന്ന് പറഞ്ഞു. എൻ്റെ ഏതൊരു നയ പൈസ പോലും പുള്ളി മേടിച്ചില്ല. ആ ഒരു NOC എനിക്ക് തന്നു.
and that gave me the freedom to go ahead. ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഇതൊക്കെ ഒരു കൺവിക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ടീം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷനാണ്. ആൻഡ് ഐ ആം പാർട്ട് ഓഫ് ദാറ്റ്. സോ ആട് 3 വിജയിക്കണം എന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ബിക്കോസ് ഇനിയും നല്ല സിനിമകൾ വരട്ടെ, ഇനിയും ഇൻസ്പിറേഷൻസ് ഉണ്ടാവട്ടെ. ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. എസ്പെഷ്യലി ചേട്ടൻ്റെ ഈ സിനിമ മാത്രമല്ല, എനിക്ക് കത്തനാറും കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിൽ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ രാജ്യം അത്രയും ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ല. ബട്ട് ഐ റിയലി ഹോപ്പ് ദാറ്റ് വി പ്രേ ഫോർ ദി കൺട്രി ആസ് വെൽ. ബട്ട് ഇതൊരു നല്ലൊരു ദിവസം, നല്ലൊരു തുടക്കം. ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് എനിക്ക് വരാൻ സാധിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ ഷാജി പാപ്പനെയും തോമസ് പാപ്പനെയും ക്ലാപ്പിന്റെ പുറകിൽ പുക കൊടുക്കാനായി ക്ഷണിക്കുകയാണ്. ഫസ്റ്റ് ഷോട്ടിനായിട്ട് meet the press question and the success cake cutting ceremony after this. So press should hang on. Please, Midun, welcome, please. അടുത്തതിന് സ്ക്രിപ്റ്റ് കൈമാറാൻ വേണ്ടിയിട്ട് സ്മിത ആൻഡ് സരിത രണ്ടുപേരും കൂടി